Hello everyone, I'm Dr. Khadija, a licensed medical doctor in Germany. So welcome back to first year MBBS. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇയർ MBBSനെ കുറിച്ചാണ്. എന്തെല്ലാം ചാലഞ്ചസ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്ലസ് ടു കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിലോട്ട് വരുമ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ട് അത്, അല്ല ഫേസ് ചെയ്യാൻ പോകുന്നത്, ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2 സെമസ്റ്ററാണ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് 3 സബ്ജക്ട്സ് ആണ്: അനാറ്റമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. ഈ 3 സബ്ജക്ട്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള, അതായത് ഒരു അസുഖവും ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ബോഡി, ശരീരം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇയറാണ് ഫസ്റ്റ് ഇയർ. അനാറ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു ബോഡി മാപ്പാണ് നമുക്ക് അനാറ്റമി പഠിക്കുമ്പോൾ കിട്ടുന്നത്. അതായത് നമ്മുടെ ബോഡിയിലുള്ള, നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓരോ അവയവത്തിനും എന്തെല്ലാം ഭാഗങ്ങളുണ്ട്, ഓരോ ഭാഗത്തും എന്തെല്ലാം സ്ട്രക്ചേഴ്സ്, അതായത് എന്തെല്ലാം രക്തധമനികളുണ്ട്, അതായത് ബ്ലഡ് വെസൽസ്, എന്തെല്ലാം മസിൽസ് ഉണ്ട്, എന്തെല്ലാം ബോൺസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതുപോലെ തന്നെ ഓരോ ഏരിയനും സപ്ലൈ ചെയ്യുന്ന നെർവ്സ്, ഞരമ്പുകൾ, നാഡി ഞരമ്പുകൾ, ഇതിനെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അനാറ്റമി. ദെൻ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് ഫിസിയോളജി. ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഹ്യൂമൻ ബോഡി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതായത് നമ്മളെ ഹൃദയം എങ്ങനെയാണ് ഇടിക്കുന്നത്, ഹൃദയം എങ്ങനെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ലങ്സ്, നമ്മുടെ ശ്വാസകോശം എങ്ങനെയാണ് ശ്വസിക്കുന്നത്, എങ്ങനെയാണ് വൃക്കകൾ ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഓർഗൻസിൻ്റെയും ഫങ്ഷനും ഓരോ അവയവത്തിൻ്റെ ഫങ്ഷനും, അതുപോലത്തെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മസിൽസ് ഉണ്ട്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മസിൽസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ ഞരമ്പുകളെ കുറിച്ച്, പലതരത്തിലുള്ള ഞരമ്പുകളുണ്ട്. അതായത് നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ ആക്റ്റീവ് ആവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നല്ല ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് വേറെ സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ ആക്ടിവേറ്റ് ആവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിയോളജി. ഇനി തേർഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബയോകെമിസ്ട്രിയാണ്. ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ കുറിച്ചുള്ള കെമിസ്ട്രിയാണ് ആക്ച്വലി ബയോകെമിസ്ട്രി. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കെമിക്കൽസ് ഉണ്ട് അല്ലേ, ഹോർമോൺസ്, അതുപോലെ തന്നെ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും അതിനെ എങ്ങനെയാണ് വിഘടിപ്പിക്കുന്നത്, നമ്മുടെ ശരീരം എങ്ങനെയാണ് അതിനെ വിഘടിപ്പിച്ച് മറ്റ് മോളിക്യൂൾസ് ആക്കി മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി. ആൻഡ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് എനർജി ഉണ്ടാവുന്നത്, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് എനർജി വേണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്, എന്ത് റിയാക്ഷൻസിലൂടെയാണ് എനർജി ഉണ്ടാവുന്നത്, ഇനി ഓക്സിജൻ്റെ പ്രസൻസിൽ, ഓക്സിജൻ ഉള്ളപ്പോൾ ഏത് രീതിയിലാണ് എനർജി ഉണ്ടാവുന്നത്, ഓക്സിജൻ ഇല്ലാത്തപ്പോൾ നമ്മുടെ ശരീരം വേറൊരു പാത്വേയിലൂടെയാണ് എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ pH, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് ഒരു pH ഉണ്ട്, അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം താറുമാറായിപ്പോൾ. അതുകൊണ്ട് pH ലെവൽ എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. ആ ഒരു ലെവലിൽ തന്നെ എപ്പോഴും pH കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനൊക്കെ താളം തെറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ശരീരം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അത് മോളിക്കുലാർ ലെവലിൽ വരെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ബയോകെമിസ്ട്രിയിൽ പഠിക്കുന്നത്. സോ ഇനി അനാട്ടമിയിലോട്ട് ഞാൻ തിരിച്ചു വരികയാണ്. കാരണം അനാട്ടമിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് നമ്മൾ അനാട്ടമി പഠിക്കുന്നത്, എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ എന്തിനാണ് അറിഞ്ഞിരിക്കുന്നത്. അത് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മളെ സർജറിയിലാണ്. അപ്പോൾ ഒരു സർജൻ ഒരു ഓപ്പറേഷൻ ചെയ്യാം. ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ഭാഗത്തിലുള്ള മെയിൻ സ്ട്രക്ചേഴ്സ് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടുണ്ടാവുക, നമ്മൾ അറിയാതെ അവിടെയുള്ള സ്ട്രക്ചേഴ്സിന് എന്താ പറയുക, അതിന് ഇഞ്ചുറി പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അറിയണം ഏത് സൈഡിലൂടെയാണ്, ഈ സൈഡിലൂടെയാണോ, ഈ സൈഡ്, ഇപ്പോൾ ഒരു കയ്യിലൊരു സർജറി ചെയ്യുകയാണെങ്കിൽ കൈയിൻ്റെ ഈ സൈഡിലൂടെയാണോ ഈ രക്തധമനി പോകുന്നത്, അല്ലെങ്കിൽ ഈ സൈഡിലൂടെയാണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എവിടെയാണ് കറക്റ്റായിട്ട് നമ്മൾ സർജറിക്ക് ഇൻസിഷൻ ഇടണം, എവിടെയാണ് ശരിക്കും മുറിവുണ്ടാക്കിയാലാണ് നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് അനാട്ടമിയിലാണ്, ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ള അറിവ് കിട്ടുന്നത്. അപ്പോൾ സർജറിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അനാട്ടമി അറിയാന്നുള്ളത്. അപ്പോൾ അനാട്ടമി അറിയൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ അനാട്ടമിയുടെ അണ്ടറിൽ തന്നെ നമുക്ക് പലതരം കാര്യങ്ങൾ
പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് നമ്മൾ അനാട്ടമി പഠിക്കുന്നത്? അനാട്ടമി നമ്മൾ ബുക്സ് ഉപയോഗിച്ച് മാത്രമല്ല പഠിക്കുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യും? ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ ബോഡി മരണശേഷം മെഡിക്കൽ കോളേജിലോട്ട് ബോഡി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. ബുക്സ് വായിക്കുന്നതിനേക്കാൾ നമ്മൾ എന്തെങ്കിലും കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു ഓർമ്മയിൽ നിൽക്കുക. സോ അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു സയൻസ് അതിൻ്റെ ബാക്കിലുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ആവണം ഇങ്ങനൊരു സ്കീം നമ്മുടെ എന്താ പറയുക MBBSലുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഡിസെക്ഷൻ ഹാളുണ്ട്. അപ്പോൾ അന്നത്തെ ഞാൻ പഠിച്ച സമയത്ത് 7 to 8 സ്റ്റുഡൻസിനായിരുന്നു ഒരു ബോഡി. നമ്മൾ ആക്ച്വലി ബോഡി എന്നല്ല പറയാം, നമ്മൾ കഡാവർ എന്നാണ് പറയാം. സോ കഡാവറിന് നമ്മൾ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് നമ്മൾ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോഴും ഞാൻ ആലോചിക്കും നമ്മളും കമ്മ്യൂണിറ്റിയും എല്ലാവരും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവേണ്ടതാണ് ഈ കഡാവേഴ്സിനോട്. ദെൻ നമ്മൾ ഡിസെക്ഷൻ ഹാളിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരോ പാർട്ട് വൈസ് ആയിട്ടാണ് ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ആംസ് പഠിക്കും. ആംസ് ഡിസെക്ട് ചെയ്തിട്ട് എന്തെല്ലാം മസിൽസാണ് നമ്മൾ കാണുന്നത്, ബോൺസ് ഏതൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ നെർവ്സ് ആൻഡ് ഏതൊക്കെ രക്തധമനികളാണ് ഇതിലൂടെ പോകുന്നത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കത് നേരിട്ട് കാണാനും നമ്മൾ ഡിസെക്ട് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ ലെഗ്സ്, ദെൻ തൊറാക്സ്, ചെസ്റ്റ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരോ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഹെഡ് ആൻഡ് നെക്ക്, ബ്രെയിൻ, അതെല്ലാം കയ്യിലൊക്കെ തന്ന് നമ്മൾ നല്ലൊരു രീതിക്ക് അനാട്ടമി ഫസ്റ്റ് ഇയർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അനാട്ടമീൻ്റെ കൂടെ തന്നെ ഉള്ള രണ്ടാൾക്കാരാണ് ഹിസ്റ്റോളജി ആൻഡ് എംബ്രിയോളജി. ആൻഡ് ഓസ്റ്റിയോളജിയും കൂടെ ഉണ്ട്. ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ ബോൺസിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു നോർമൽ ബോൺസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഹിസ്റ്റോളജി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ നോർമൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടം കോശങ്ങളെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മസിൽ ടിഷ്യൂ, മസിലിൻ്റെ ആ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണുന്നതാണ് മസിൽ ടിഷ്യൂ. അപ്പോൾ ഓരോ മസിൽ ടിഷ്യൂ എങ്ങനെയാണ്? നമുക്കറിയാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസാണ് നമ്മളെ കയ്യിലൊക്കെ ഉള്ളത്, അല്ലേ? അതാണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. അതല്ലാത്ത മസിൽസ് ഉണ്ട്, അത് നമ്മളെ ഉള്ളിലുള്ള അവയവങ്ങളിലുള്ള മസിൽസിന് നമുക്ക് യാതൊരു രീതിയിലുള്ള കൺട്രോൾ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഇങ്ങനെ കൈ അനക്കണം എന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്ക് കൈ അനക്കാൻ പറ്റും. ബട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് എൻ്റെ ഫുഡൊന്നും ദഹിപ്പിക്കണ്ട, ഇന്ന് എൻ്റെ എന്താ പറയുക വയറിലുള്ള മസിലൊന്നും ആക്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം അത് ഇൻവോളണ്ടറി ആണ്, അതായത് നമ്മളെ കൺട്രോളിലുള്ള കാര്യമല്ല, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒക്കെ മസിലിൻ്റെ സ്ട്രക്ചറും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് സ്മൂത്ത് മസിലാണ്. സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി മസിൽസ് ആണ്. അപ്പോൾ ഇത് സ്മൂത്ത് മസിലാണോ, ഇത് സ്കെലിറ്റൽ മസിലാണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടിഷ്യൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച സ്ലൈഡ്സ് നമുക്ക് ഹിസ്റ്റോളജിൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഹിസ്റ്റോളജിൻ്റെ സെഷനിൽ നമുക്ക് തരും. നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടിട്ട് റെക്കോർഡിൽ വരക്കണം. സോ അന്നത്തെ മെയിൻ ക്യാരക്ടേഴ്സ് നമ്മളെ ഹെമറ്റോസിലിനും ഇയോസിനും ഒക്കെ, അതായത് പിങ്ക് കളർ ആൻഡ് ബ്ലൂ കളർ എന്നുള്ള ഒരു വ്യത്യാസമാണ് ഈ പെൻസിലിനുള്ളത്. ദെൻ നമുക്കുണ്ടായിരുന്ന വേറൊരു സബ്ജക്റ്റാണ് എംബ്രിയോളജി. സോ എംബ്രിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവുന്നത് എംബ്രിയോ എന്നാണ്, അല്ലേ? നമ്മൾ ഒരു കോശത്തിൽ നിന്നാണ് നമ്മളെ മനുഷ്യ ശരീരം ഉണ്ടായി വരുന്നത്, അല്ലേ? അപ്പോൾ ഓരോ ഭാഗങ്ങൾ, ഓരോ അവയവങ്ങൾ എന്തെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ്, ഈ എംബ്രിയോൻ്റെ എന്തെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ഉണ്ടായി വരുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന സയൻസാണ് എംബ്രിയോളജി. അതായത് എത്രാമത്തെ വീക്സിലാണ് എന്താ പറയുക ഹാർട്ട് ഉണ്ടാവുന്നത്, എത്രാമത്തെ വീക്കിലാണ് എങ്ങനെയാണ് ബ്രെയിൻ ഉണ്ടാവുന്നത്, എത്രാമത്തെ വീക്കിലാണ് നമ്മളെ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാവുന്നത്, അതായത് നമ്മളെ എല്ലാ അവയവങ്ങളും എങ്ങനെയാണ്, എവിടുന്നാണ്, ഏത് കാലത്താണ്, ഏത് സമയത്തിലാണ് ഉണ്ടായി വരുന്നത് എന്ന് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഞാൻ ഭയങ്കര മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കി തരാനുള്ള ശ്രമത്തിലാണ്. ദെൻ ഫിസിയോളജിയിൽ നമ്മൾ ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള ബോഡി ഫങ്ഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഫിസിയോളജിയിൽ നമ്മൾ പഠിക്കുന്ന വേറൊരു കാര്യമാണ് എങ്ങനെയാണ് നോർമൽ ആയിട്ട് ഉള്ള ബോഡി പരിശോധിക്കേണ്ടത്. അതായത് സാധാ പരിശോധന പഠിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ ആക്ച്വലി നമുക്കൊരു ബേസ് കിട്ടുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടെ അത് പരിശോധിച്ച് പഠിക്കുക, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഹൃദയം എങ്ങനെയാണ് പരിശോധിക്കുക, എങ്ങനെയാണ് ലങ്സ് പരിശോധിക്കുക, ശ്വാസകോശങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കുക, അതുപോലെ വയറെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുക. ഒരാൾ വയറുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ബേസൊക്കെ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഇയർ തന്നെ ഫിസിയോളജിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിസിയോളജിയിലെ ലാബിൽ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ കയ്യിൽ തന്നെ കുത്തിയിട്ട് പ്രിക്ക് ചെയ്തിട്ട് അത് സ്ലൈഡിൽ ആക്കിയിട്ട് നമ്മൾ നോക്കുമായിരുന്നു, മൈക്രോസ്കോപ്പിൽ നോക്കുമായിരുന്നു. എന്നിട്ട് അതെന്തിനാ വെച്ചാൽ നമ്മളെ ബ്ലഡിലുള്ള സെൽസുകളെ കുറിച്ച്, കോശങ്ങളെ കുറിച്ച് പഠിക്കാൻ. അതുപോലെ അതെങ്ങനെയാണ് നോർമൽ സെൽസ് എങ്ങനെയാണ് കാണുന്നത്, എത്ര
പലതരത്തിലുള്ള സെൽസുകളുണ്ട്. നമ്മളെ രക്തത്തിൽ തന്നെ ഒരുപാട് തരം ടൈപ്സ് സെൽസുകളുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ കണ്ടുപഠിക്കലാണ് നമ്മുടെ ഫിസിയോളജി സെഷനിലുണ്ടായിരുന്നത്. ദെൻ നമ്മുടെ ബയോ കെമിസ്ട്രിയിൽ ഭയങ്കര രസമായിരുന്നു. അത് ആക്ച്വലി കെമിസ്ട്രി ലാബ് പോലെ തന്നെയായിരുന്നു. നമ്മൾ ഒരുപാട് റിയാക്ഷൻസ് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്യണമായിരുന്നു. മീൻസ് നമുക്ക് യൂറിൻ എക്സാമിൻ ചെയ്യാൻ തരും. അതിൽ ഗ്ലൂക്കോസ് ഉണ്ടോ, അതിൽ പ്രോട്ടീൻ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൽബുമിൻ, ബിലിറൂബിൻ ഇങ്ങനത്തെയൊക്കെ കെമിക്കൽ സാധനങ്ങൾ മൂത്രത്തിൽ ഉണ്ടോ എന്നറിയാൻ, യൂറിനിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ലാബിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ മാനുവലി അല്ല ചെയ്യുന്നത്. അതിനൊക്കെ മെഷീൻസ് ഉണ്ട്. ദെൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഭയങ്കര ടെൻഷനുള്ള ഒരു ഫേസ് ആണ്. കാരണം നമ്മൾ +2 കഴിഞ്ഞിട്ട് ടോട്ടലി ഒരു പുതിയൊരു കോളേജിലോട്ട് വരികയാണ്. ഞങ്ങളെ കോളേജിൽ അന്ന് ഞാൻ പഠിച്ച സമയത്ത് 150 മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നത്. ആൻഡ് ദെൻ നമുക്ക് തമ്മിൽ അറിയില്ല. പുതിയ ഫ്രണ്ട്സ് ആയിട്ടില്ല. നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല. നമ്മൾ അതുവരെ വീട്ടിലായിരിക്കും അല്ലേ നിന്നിട്ടുണ്ടാവും +2 വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അതിൻ്റെ ഹോം സിക്നെസ്, വീട്ടിലോട്ടുള്ള വിളി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഇയറാണ് ഫസ്റ്റ് ഇയർ. ഇത് കൂടാതെ നമുക്ക് കുറച്ച് അക്കാഡമിക് ബേസ് ആണെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാലമാണ് ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്തി, നമ്മളെ റൂംമേറ്റ്സൊക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലായി. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, അതായത് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു കോളേജിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എന്താ പറയുക, ഒന്ന് പൊരുത്തപ്പെട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ പ്രൊഫഷണൽ എക്സാമായി, നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമായി. അത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. അനാറ്റമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടലാണ്. അപ്പോൾ അതെല്ലാം പഠിച്ചിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്ക് നല്ല ടെൻഷനുണ്ട്. ഒരുപാട് പുതിയ ടേംസ് പഠിക്കാനുണ്ട്. ടേംസ് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഓരോ സ്ട്രക്ചറുകൾ വരക്കാൻ പഠിക്കണം. എങ്ങനെയാണ് ഓരോരോ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഉള്ളത്, ഇതെല്ലാം പഠിക്കണം. സോ ദാറ്റ് ഫേസ് വാസ് വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി. ആൻഡ് ദെൻ നമ്മൾ റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, ഡിസെക്ഷൻ ഹാളിലൊക്കെ റെഗുലറായിട്ട് പോവുക, അതിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്തായാലും പാസ്സാകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ദെൻ വേറെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 6 മന്ത്സ് ബാക്കായി പോകുക എന്നുള്ളൊരു ടെൻഷനും കൂടെ ഉള്ള ഒരു ഇയറാണ് ഫസ്റ്റ് ഇയർ. ദെൻ ബട്ട് ദ നെക്സ്റ്റ് ഫേസ്, ദ സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ, ഈ 2 ഇയേഴ്സും ഭയങ്കര അടിപൊളിയാണ്. ഇവ 2 ഇയേഴ്സിനും പറയുന്നത് ഹണിമൂൺ ഫേസ് ഓഫ് MBBS എന്നാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അടുത്ത വീഡിയോയിൽ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ചിയേഴ്സ്.